എനിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും വന്ന് പെടരുത്. സീസൺ അല്ലാതെ ടൈം ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആകപ്പാടം അല്ല. ഹേ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ TNKV സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട് കന്യാകുമാരി വ്ളോഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കന്യാകുമാരിയാണ്. സോ കന്യാകുമാരിലാണ് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, നെയ്യാറ്റിൻകര എന്ന ട്രിവാൻഡ്രം വരെ കന്യാകുമാരി എക്സ്പ്രസ് പൂനെ കന്യാകുമാരിയിലാണ് ഞാൻ വന്നത്. 16:38 ട്രെയിൻ നമ്പറിലാണ് ഞാൻ വന്നത്. എനിക്ക് ആകെപ്പാട് ചാർജ് ആയിട്ടുള്ളത് വെറും 20 രൂപ മാത്രമാണ്. അപ്പം വരുന്ന വഴി നല്ല കാഴ്ചകൾ കണ്ടു കേട്ടോ. നമ്മുടെ നാഗർകോവിൽ കഴിഞ്ഞത് നല്ല പച്ചപ്പും പാടമൊക്കെ ഇപ്പോൾ വരണ്ടിരിക്കുക. സോ നിങ്ങൾ വീട്ടിൽ കാണാൻ മനസ്സിലാവും. ഒരു അടിപൊളിയായിരുന്നു. അപ്പം ഞാനിന്ന് കന്യാകുമാരി വന്നു വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേര് സജസ്റ്റ് ചെയ്തു, പേഴ്സണലി അറിയാവുന്നവർ സജസ്റ്റ് ചെയ്തു, എല്ലാവരും സജസ്റ്റ് ചെയ്തു. ബ്രോ നിങ്ങൾ കന്യാകുമാരിയിൽ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകൂ, അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യൂ, കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യൂ, അങ്ങനെ പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. സോ ആ ഒരു സീരീസാണ് ഇവിടെ. നമുക്ക് എത്രയാണ് ഫെയർ വരുന്നത്, എത്രയാണ് ചാർജ് വരുന്നത്, എല്ലാം ഇന്നൊരു വീഡിയോ കാണും. അപ്പോൾ ഗൈസ്, ഈ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വിളിക്ക് ചകയിൽ അടിച്ചു പൊട്ടിക്കുക, എന്നാൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. സോ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഈ റൂട്ടാണ് പോകേണ്ടത്. നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ഈ റൂട്ട് നമുക്ക് പോകേണ്ടത്. കന്യാകുമാരിയിൽ നിന്നും ഈ റൂട്ടിലോട്ടാണ് പോകേണ്ടത്, ഗ്ലാസ് ബ്രിഡ്ജിലോട്ട്. അത്യാവശ്യം നടക്കാനുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നമുക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട്. കണ്ടില്ലേ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ഗ്രൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു മൈതാനമാണ്. ഇത് ഏത് സ്കൂളിൻ്റെ ആണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു സ്കൂളുണ്ട്. സോ ഈ ഒരു സ്കൂളിൻ്റെ ആയിരിക്കും ഈ ഒരു വലിയൊരു ഗ്രൗണ്ട്. എന്തായാലും പൊളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ കടകളാണ്, ഭയങ്കര ബിസിനസ്സാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ കന്യാകുമാരി എന്ന് പറയുമ്പോൾ തന്നെ ഒടുക്കത്തെ ബിസിനസ്സിങ് ഏരിയ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. എനിക്ക് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. മെയിനായിട്ട് നിങ്ങൾ കന്യാകുമാരി വന്നാൽ ഒരിക്കലും തട്ടിപ്പിൽ വന്ന് പെടരുത്. അതേ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു സാധനം 50 രൂപ വാങ്ങിച്ചാൽ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ വില കുറവായിരിക്കും, 30 രൂപ 20 രൂപ എല്ലാം ആയിരിക്കും. സോ അങ്ങനെ തട്ടിപ്പിൽ അല്ലെങ്കിൽ പൈസ കൊണ്ട് കളയാന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും വില്ലിങ് ആവരുത് ഗൈസ്. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് വെച്ചിട്ടുണ്ടോ, ഭഗവതി അമ്മ ടെമ്പിൾ, ഗാന്ധി മണ്ഡപം, ബോർഡ് ഹൗസ്, സൺസെറ്റ്. സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് നേരെ പോകേണ്ടത് ഇപ്പോൾ ബോർഡ് ഹൗസിലാണ് പോകേണ്ടത്. ബോർഡ് ഹൗസിൽ പോയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാൻ. ആ സൈഡ് തൊട്ട് ആ സൈഡ് വരെ ഫുഡ് സ്ട്രീറ്റാണ്. ഒത്തിരി ഫുഡ് കട, ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും കണ്ട. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ വിശ്വ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. സോ ഒത്തിരി പറഞ്ഞഴിക്കാൻ പറ്റില്ല. സോ അടുത്തിവിടെ ഒരു സ്വീറ്റ് കടയുണ്ട്. സോ ഇവിടെ അടുത്തൊരു ഹോട്ടൽ പോവേണ്ട വഴിയാണ് ഇത്. ഹോട്ടൽ മാണിക്കം മദിനി എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. സോ ഇതാ നമ്മളെ കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ. സോ എല്ലാവരും നോക്കി വയ്ക്കുക. വല്ല എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ വല്ലത് ഉണ്ടെങ്കിൽ സോ ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്താൽ മതി. സോ അവർ എല്ലാം ഓക്കെ ആക്കി തരും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നോ പാർക്കിങ്ങിന് ഫൈൻ 500 രൂപയാണ് നോ പാർക്കിംഗ് ഫൈന്. സോ ഇനി നമുക്ക് ബോട്ട് ജെട്ടിയിലോട്ടൊന്ന് പോയി നോക്കാം. ബോട്ട് ജെട്ടിയിൽ വന്നിട്ടുണ്ട്. നോർമൽ ടിക്കറ്റ് 75ഉം സ്പെഷ്യൽ ടിക്കറ്റ് 300 എന്നാണ് പറയുന്നത്. സോ ഇത് 7:45 തൊട്ട് വൈകുന്നേരം 4 മണി വരെ ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം. ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ അവരവരുടെ ബിസിനസ് ഇങ്ങനെ നോക്കുക ഉണ്ടാവും. അത് വല്ലാത്തൊരിതായിപ്പോയി. ആ ചൂട് സമയത്തും അവരവരുടെ ബിസിനസ് നോക്കണം എന്ന് വെച്ചാൽ വല്ലാത്തൊരിതായിപ്പോയി. അവിടെ നിന്ന് ഇത്രയും വരെ വന്നു. ഇനിയും കിടക്കുന്നുണ്ട് കൈസ്, അതുവരെ റഷ്. സോ ഇനി എത്ര മണിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ സമയം ഏകദേശം 12:30 ആയി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സൈഡിൽ തന്നെ ഒരു മദർ ഫീഡിങ് റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൺസെപ്റ്റാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം കൊച്ചു കുട്ടികളെയും കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്, ഒരു ടൂറിസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു ഫെറി എന്ന് പറയുന്നത്. സോ അവിടെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ കരയാണെങ്കിൽ സോ അവർക്ക് വേണ്ടി പ്രത്യേക മദർ ഫീഡിങ് റൂമും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൺസെപ്റ്റാണ് തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഫൈനലി വി ഗോട്ട് ഇറ്റ് ടിക്കറ്റ്. ഇതാണ് ഫെറിയുടെ ടിക്കറ്റ് വരുന്നത്. ക്യാഷ് 75 രൂപയാണ് ഒരാൾക്ക് അഡൽട്ടിന്. കിഡ്സിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല റേറ്റ്. പിന്നെ വീണ്ടും വലിയൊരു ക്യൂ ഉണ്ട് ഗായ്സ്, അതിലോട്ട് നമ്മളിനി വീണ്ടും പോകണം. ഫൈനലി നമ്മളെ ബോട്ട് ജെറ്റ് ഫെറിയിലോട്ട് കയറാൻ പോവാണ്. സോ നമ്മളെ ഫെറി ഇവിടെ ഓൾറെഡി റെഡി ആയിരിപ്പുണ്ട്. നട്ടുച്ച വെയിലാ ഗൈസ്, ഒടുക്കത്തെ മോനെ, ഒരുമാതിരി വെയിൽ. ഓ ഫാൻ. നമ്മളെ ഫെറിയിൽ ആൾക്കാരെ കയറാൻ വേണ്ടി പോവാണ്. ഇമാതിരി തവനുഭവം ഇനി ഒരിക്കലും ആരുടെ ജീവിതത്തിൽ വരരുത് ഗൈസ്, അത്രേ പറയാനുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് എടുക്കുക, അങ്ങോട്ട് പോവുക, അതാ കൺസെപ്റ്റ്.
നമ്മുടെ ഫെറി സ്റ്റാർട്ട് ചെയ്തു. ബട്ട് എനിക്ക് അവിടുത്തെ വ്യൂ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മാക്സിമം ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ ഗൈസ്, കിട്ടാൻ വേണ്ടി. Yes guys, finally reached for Vivekananda Rock Memorial. Welcome to Vivekananda Rock Memorial എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു സൈനിങ് ആണ്. പിന്നീടും ഇമാതിരി തിരക്കുണ്ടോ ഗൈസ്? ഓ മൈ ഗോഡ്. നമ്മുടെ വിവേകാനന്ദ റോക്ക് പാറയിൽ കയറണമെങ്കിൽ ടിക്കറ്റ് ഫെയർ ഉണ്ട്. 30 രൂപയാണ് ടിക്കറ്റ് ഫെയർ അവർ പറയുന്നത്. സോ നമുക്ക് നേരെ ഇനി ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വേ ടു ശ്രീപട മണ്ഡപം. നമുക്കിനി ഇങ്ങോട്ട് പോവാം. സോ അവിടെ എന്തോ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ ഇതിനൊരു അട്രാക്റ്റ് ആയത് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരിവിടെ ഡോ നോട്ട് ക്ലൈംബ് ഓൺ ദ റോക്കിൽ ക്ലൈംബ് ചെയ്യാൻ പാടില്ല എന്ന്. മണ്ഡപത്തിൻ്റെ അകത്തെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ഫോട്ടോഗ്രാഫി എടുക്കാൻ പാടില്ല. സോ നമുക്ക് എന്തായാലും കയറി നോക്കിയിട്ട് വരാം. ഇതാണ് മണ്ഡപം. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. സോ അവിടെ ഇറങ്ങിയാൽ ഒടുക്കത്തെ വെയിലാണ്. സോ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഓ മാൻ, നമ്മൾ ഫൈനലി നമ്മൾ വിചാരിച്ച സാധനം കിട്ടി. ഗ്ലാസ് ബ്രിഡ്ജ് ചുവരിട്ടുണ്ടോ? ഈ സംഭവത്തിൽ നടന്ന പൊളിയാ. ഒരു വെയിലോ ഒരു സംഭവം ഒന്നും തോന്നില്ല. ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാ. സോ നമുക്കിനി അങ്ങോട്ട് പോവാം. ഗ്ലാസ് ബ്രിഡ്ജിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ആർച്ചുവൽ സംഭവം കൊടുത്തിട്ടുണ്ട്. സോ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ ഫ്രണ്ടിൽ തന്നെ ഒരു ആന ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ആനകളുടെ സംഭവം, ഒരു ഇമാജിനേഷൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കന്യാകുമാരിയിൽ സദേൺ സൈഡിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുകയാണ്. സോ ഐ ആം സോ റിയലി എക്സൈറ്റ്മെൻറ്റ് ഫോർ ദാറ്റ് ഗ്ലാസ് ബ്രിഡ്ജ്. യെസ്, ഇതാണ് സംഭവം. കണ്ടില്ലേ മോനെ? പൊട്ടി വീഴുമോന്നൊരു ജസ്റ്റ് ഒരു പേടിയുണ്ട്. മേ ബി, എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ സോക്സ് ഇട്ടിരിക്കുന്നുണ്ട്, വേറെ ഒരു പ്രശ്നമില്ല. അടിയിൽ കടല, ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അടിയിൽ സംഭവം കടല. കടലിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കണം. ഇത് നടന്ന് നേരെ പോകുന്ന സ്ഥലമാണ് നമ്മുടെ തിരുവള്ളുവർ റോക്കിൽ അവിടെ പോകുന്നത്. സോ നമുക്ക് ഇനി അങ്ങോട്ടും കൂടി പോയി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവള്ളുവർ സ്റ്റാച്യൂയുടെ ഫ്രണ്ടിലാണ്. അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ആനയുടെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലതരം സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ തിരുവള്ളുവറിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കയറിയിട്ട് പറഞ്ഞുതരാം. സ്വഭാവ ശുദ്ധിയുള്ള തമിഴ് കവിയും തിരുക്കുറലിൻ്റെ എഴുത്തുകാരനുമായ തിരുവള്ളുവരുടെ 113 അടി ഉയരമുള്ള ശില്പമാണ് തിരുവള്ളുവർ പ്രതിമ, അല്ലെങ്കിൽ വള്ളുവർ പ്രതിമ എന്ന് പറയുന്നത്. തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി പട്ടണത്തിലുള്ള ഒരു ചെറിയ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 2 കടലുകൾ, ബംഗാൾ ഉൾക്കടലും അറേബ്യൻ കടലും ഒരു സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്നു. ഡോക്ടർ വി ഗണപതി സ്ഥാപതിയാണ് പ്രതിമ നിർമ്മിച്ചത്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഹിസ്റ്ററീസ് അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ ബൈ. അടുത്ത് നമ്മൾ പോകുന്ന ഗാന്ധി മണ്ഡപമാ. അതുകൂടെ തന്നെ ഇവിടെ ഒരു വലിയൊരു സ്റ്റെപ്പ് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഈ ഒരു വൈറ്റ് പോലെ സംഭവം കിടക്കുന്നുണ്ടോ? സോ ഇതുവഴി നടക്കുകയാണെങ്കിൽ നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. അതൊരു വേറൊരു ഇതാ. ഇത് എന്ത് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പക്ഷെ ഇതിൻ്റെ അകത്ത് ഇനി ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ അകത്ത്. സോ നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, ഗാന്ധി മണ്ഡപത്തിൻ്റെ അകത്ത് പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ മണ്ഡപം, ഫോട്ടോഗ്രാഫി ഇല്ല. ഓക്കെ, ഗാന്ധി മണ്ഡപത്ത് വലുതായിട്ട് വേറെ ഒന്നുമില്ല. ഞാൻ കണ്ടത് ഫോട്ടോയും കാണാനൊന്നും അലോഡല്ല. സോ ഇവിടെ അവർ വെച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വാമി ഏതൊരു ലേഡിയുടെ ഹോളി മദർ എന്ന് പറയുന്ന ലേഡിയുടെ ഫോട്ടോയും അവരവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലോഡല്ല. സോ ഞാൻ എക്സിറ്റ് ആക്കി. സോ ഇനി ഞാൻ പോകുന്ന നേരെ വീട്ടിലോട്ടാ. അങ്ങനെ നമ്മുടെ TNKV സീരീസിലത്തെ ഒരു സീരീസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇപ്പം കന്യാകുമാരിയിലുള്ള സോ ഇവിടുത്തെ ബോട്ടുകളെല്ലാം കാണിച്ചു. സോ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് സംഭവം ഞാൻ ഔട്ട് സൈഡ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളിപ്പോൾ പോകുന്നത് ഔട്ട് സൈഡിലോട്ടാണ്. സോ അവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ പറയും താങ്ക് യു മാത്രം മതി, വിസിറ്റ് അഗെയിൻ വേണ്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ എന്താണ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് TNKV സീരീസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവാൻ പോവാണ്.
അപ്പൊ ഞാൻ ഇന്നുള്ളത് കന്യാകുമാരിയാ. സോ കന്യാകുമാരി കഴിഞ്ഞ് അടുത്ത സീരീസ് കുറെ സീരീസുകളിലൊക്കെ വരുന്നുണ്ട്. സോ അടുത്തൊരു സീരീസ് കാണുന്നത്. This is Fawaz. Bye bye. Boom.